വർഷം പിന്നിട്ട 2000 KSRTC ബസ്സുകൾ നിരത്തിൽ. യാത്രക്കാരുടെ സുരക്ഷയിൽ ആശങ്ക. 15 വർഷം കഴിഞ്ഞ 2000 KSRTC ബസ്സുകൾ റോഡിൽ ഓടുന്നത്. മെയ് അവസാനത്തോടെ പഴയ ബസ്സുകളുടെ എണ്ണം കൂടും. ഇത്രയും പഴക്കമുള്ള വാഹനങ്ങൾ സർവീസ് നടത്തരുതെന്നും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കി നൽകരുതെന്നും കേന്ദ്ര മോട്ടോർ വാഹന നിയമം ഉള്ളതാണ്. 2021 കേന്ദ്ര വാഹന പൊളിക്കൽ നയം പ്രകാരം 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പൊളിക്കാൻ മാറ്റേണ്ടതാണ്. ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം ഓടിച്ചാൽ 2000 രൂപ മുതൽ 5000 രൂപ വരെ പിഴ ഈടാക്കുമെന്നും 3 മാസം വരെ തടവിന് ശിക്ഷിക്കുമെന്നും കേരള മോട്ടോർ വാഹന നിയമത്തിലും ഉണ്ട്. 15 വർഷം പിന്നിട്ട ബസിന്റെ ചേസിസ്, ബ്രേക്ക്, സസ്പെൻഷൻ എന്നിവയുടെ ഫലം കുറയുമെന്നതിനാലാണ് അവ മാറ്റാൻ കേന്ദ്ര നിയമം അനുശാസിക്കുന്നത്. ഇത് ബസ്സുകൾക്ക് ബ്രേക്ക് തകരാർ, ടയർ പൊട്ടൽ, തീപിടുത്തം എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. ബസ് അപകടത്തിൽപ്പെട്ടാൽ യാത്രക്കാർക്കോ കുടുംബത്തിനും നഷ്ടപരിഹാരം കിട്ടുകയുമില്ല. ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനത്തിന് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം നൽകില്ല. ബാധ്യത സർക്കാരിന് മാത്രമാകും. അതേസമയം പൊതുമേഖലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് ഇൻഷുറൻസ് ഇല്ലാതെയും വാഹനം നിരത്തിലിറക്കാൻ കേന്ദ്ര നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. നഷ്ടപരിഹാരം നൽകുന്നതിന് കരുതൽ നിധി സൂക്ഷിക്കണമെന്നും അതിൽ പറയുന്നു. 15 വർഷം കഴിഞ്ഞ് ബസ്സുകൾ ഓടിക്കുന്നതിന് KSRTCക്ക് സംസ്ഥാന സർക്കാരിന്റെ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ ബലത്തിലാണ് പഴയ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. കേരളത്തിലെ എല്ലാ KSRTC ഡിപ്പോകളിലും ഇത്തരം വാഹനങ്ങളുണ്ട്. ഈ അനുമതി ഉള്ളതിനാൽ ഇവയ്ക്ക് പ്രത്യേക ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും നൽകി വരുന്നു.